ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 33-ാം വാക്യം. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? 3 നോമ്പിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നോമ്പെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം നേടിയെടുക്കുവാനായിട്ട് ഈ നോമ്പാചരണം നമ്മളെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനത്തിൽ രാജാവ് സേവകനോട് കരുണ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? രാജാവിന് കൊടുക്കാനായിട്ടുള്ള കടം ക്ഷമിച്ച് ഇളച്ചു കൊടുക്കുന്ന രാജാവിനെ നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ സേവകൻ എന്താണ് ചെയ്തത്? തൻ്റെ സഹസേവകനോട് കരുണ കാണിക്കുവാനായിട്ട് മറന്നുപോയി. സഹസേവകന്റെ ജീവിതത്തിൽ അവൻ കൊടുക്കാനായിട്ടുള്ള കടം ഇളച്ചു കൊടുക്കുവാനായിട്ടോ അവനോട് ക്ഷമിക്കുവാനായിട്ടോ ഈ സേവകൻ തയ്യാറാകാതെ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് വിളിച്ച് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത്. ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ട് നീ എന്തുകൊണ്ട് നിന്റെ സഹസേവകനോട് കരുണ കാണിച്ചില്ല? സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം എൻ്റെ ദൈവം എന്നോടും ചോദിക്കാറുണ്ട്. എന്താണെന്നറിയാവോ? കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കുറവുകളും പോരായ്മകളും ഉണ്ട്. എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ, എന്നോട് കരുണ കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹസേവകനോട് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ എത്ര വലിയ പാപം പോലും ക്ഷമിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ വിദ്വേഷം മനസ്സിൽ വെച്ചു പുലർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ആ സേവകൻ എന്താ സംഭവിച്ചത്? പിന്നീട് അവന് ശിക്ഷ ലഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവവും എന്നെയും ശിക്ഷിക്കും. എപ്പോഴാണ് ശിക്ഷിക്കുന്നത്? ദൈവം എന്നോട് ക്ഷമിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, ഞാൻ പിടിവാശിയോടുകൂടി നിൽക്കുമ്പോൾ, മറ്റുള്ളവരോടുള്ള വിദ്വേഷം എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചു പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ, അവൻ്റെ നാശം കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന. ഞാൻ ക്ഷമിച്ചില്ല എങ്കിൽ എൻ്റെ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണ്ട എന്ന് അനുദിനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റണം. എത്രയോ വലിയ പാപങ്ങൾ ചെയ്ത് ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ദൈവം എന്നെ മാറ്റി നിർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് കടും ചുവപ്പായിരുന്നാൽ പോലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് നിർത്തുന്ന, എന്നോട് ക്ഷമിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ട്, അവരോടും ക്ഷമിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്. ക്ഷമിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ ശിക്ഷയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്. എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചതുപോലെ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.